അങ്ങനെ കാലങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. ഭീമന്റെ അനന്യ സാധാരണമായ കായിക ശക്തിയും അർജുനന്റെ അനുപമമായ വില്ലാളി വീരത്വവും ദുര്യോധനന്റെ മനസ്സിനെ എപ്പോഴും മതിച്ചുകൊണ്ടേയിരുന്നു. നാട്ടുകാർ പാണ്ഡവന്മാരുടെ ഗുണഗണങ്ങളെ വാഴ്ത്തുന്നതും യുധിഷ്ഠിരനെ രാജാവാക്കണമെന്ന് അഭിപ്രായപ്പെടുന്നതും ദുര്യോധനനെ കൂടുതൽ അലോസരപ്പെടുത്തി. പാണ്ഡവന്മാരുടെ ഉന്മൂലന നാശം വരുത്തേണ്ടത് തന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ദുര്യോധനൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു. അവൻ ഇക്കാര്യത്തെപ്പറ്റി അവന്റെ ഉറ്റ സഹായികളായ അമ്മാവൻ ശകുനിയോടും അനുജൻ ദുശാസനോടും സ്നേഹിതൻ കർണനോടും ആലോചിച്ചു. അവരും ദുര്യോധനന്റെ അഭിപ്രായക്കാര് തന്നെയായിരുന്നു. ഒരു ദിവസം ദുര്യോധനൻ അച്ഛനെ സമീപിച്ചു. ധൃതരാഷ്ട്രൻ പാണ്ഡവരുടെ കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തലപുണ്ണാക്കുന്ന സമയമായിരുന്നു അപ്പോൾ. ദുര്യോധനൻ വന്നു പറഞ്ഞു, അച്ഛാ, യുധിഷ്ഠിരനെ രാജാവാക്കണമെന്ന് ചിലർ പറയുന്നു. ഭീഷ്മർ അതിന് സമ്മതിച്ചേക്കും. പാണ്ഡു ഭരിച്ച നാടിനെയും അവർക്കുള്ളതാണത്രേ. അങ്ങനെയാണെങ്കിൽ ഇനിയും യുധിഷ്ഠിരൻ ഭരിച്ചാൽ പിന്നെ രാജ്യം അവന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ആയിത്തീരും. അപ്പോൾ ഞങ്ങളുടെ ഗതി എന്താണ്? ഞങ്ങൾ എന്നും അവരുടെ കീഴിൽ കഴിയണം. ഇത് നീതിയാണോ? ധൃതരാഷ്ട്രൻ ചിന്തയിലാണ്ടു. അദ്ദേഹത്തിന്റെ മനസ്സിൽ രണ്ടു വിധത്തിലുള്ള അഭിപ്രായങ്ങൾ രൂപം കൊണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാണ്ഡു എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. അവൻ എൻ്റെ ഹിതപ്രകാരം പ്രവർത്തിക്കുന്നവനുമായിരുന്നു. അവന്റെ പുത്രനായ യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനാണെന്ന് പേരെടുത്തു. അവനെ നാട്ടുകാർക്കും ഇഷ്ടമാണ്. അവനെ എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? പാണ്ഡു നിശ്ചയിച്ചവരാണ് അമാത്യന്മാർ. സൈന്യത്തെയും അവനാണ് കെട്ടിപ്പടുത്തത്. പൗരന്മാരും പാണ്ഡുവിനെ ബഹുമാനിച്ചിരുന്നു. യുധിഷ്ഠിരനെ രാജാവാക്കിയില്ലെങ്കിൽ ഇവരെല്ലാം എതിർക്കുകയില്ലേ? ദുര്യോധനൻ ഇത് കേട്ടു പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. എന്നാൽ ഞാൻ ഇതിനൊക്കെ പ്രതിവിധി കണ്ടിട്ടുണ്ട്. മന്ത്രിമാരെയും സൈന്യത്തെയും നമ്മുടെ ഭാഗത്ത് നിർത്തുന്നതിനാവശ്യമായ നടപടികൾ എടുത്തിട്ടുണ്ട്. അവരെയൊക്കെ ധനം നൽകിയും ബഹുമാനിച്ചും പ്രീതിപ്പെടുത്താം. ഭണ്ഡാരം എൻ്റെ അധീനത്തിലാണ്. നാട്ടുപ്രമാണികളെയും ഞാൻ സ്വാധീനിച്ചു കൊള്ളാം. അച്ഛൻ കൗശലം പ്രയോഗിച്ച് പാണ്ഡവന്മാരെ ഇവിടെ നിന്ന് അകറ്റിയാൽ മതി. ധൃതരാഷ്ട്രൻ പറഞ്ഞു, മകനെ, ഞാനും ഇതേപ്പറ്റി ആലോചിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ ഈ അഭിപ്രായം പാപമാണെന്ന് കരുതി പുറത്തു പറഞ്ഞില്ലെന്ന് മാത്രം. ഭീഷ്മരും വിതുരനും ദ്രോണനും കൃപനുമൊക്കെ പാണ്ഡവന്മാരെ മാറ്റുന്ന കാര്യത്തിൽ അനുകൂലിക്കുമോ? അവർക്ക് നിങ്ങളും പാണ്ഡവരും ഒരേപോലെയല്ലേ? ദുര്യോധനൻ പറഞ്ഞു, ഭീഷ്മർ എന്നും മധ്യവർത്തിയായിട്ട് നിൽക്കുകയുള്ളൂ. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് എൻ്റെ കൂടെയാണ്. മകൻ നിൽക്കുന്നിടത്തെ ദ്രോണൻ നിൽക്കുകയുള്ളൂ. അവർ ഇരുവരും നിൽക്കുന്ന ഭാഗത്ത് കൃപൻ നിലനിൽക്കും. വിതുരൻ ധനസംബന്ധമായി നമുക്ക് വിധേയനാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമ്മെ എതിർക്കുകയില്ല. പരോക്ഷമായി എതിർത്താൽ അത് കാര്യമായി നമ്മെ ബാധിക്കുകയുമില്ല. അതുകൊണ്ട് പാണ്ഡവന്മാരെ വാരണാവർത്തത്തിലേക്ക് അയക്കുന്നതിന് ഏർപ്പാടുക ചെയ്യുക. അച്ഛൻ്റെ ഹൃദയശല്യം ഒഴിവാകുകയും ചെയ്യും. ധൃതരാഷ്ട്രൻ ദുര്യോധനന്റെ നിർദ്ദേശത്തെ അനുകൂലിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു. വാരണാവർത്തത്തിൽ അപ്പോൾ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. അവിടെ പോയി ഉത്സവം കണ്ട് കുറച്ചുനാൾ പാർത്തിട്ട് തിരിച്ചു വരുന്നതാണ് നല്ലതെന്ന് ദുര്യോധനന് വശംവദരായ ചില മന്ത്രിമാർ പാണ്ഡവന്മാരെ ഉപദേശിച്ചു. ധൃതരാഷ്ട്രന്റെ അഭിപ്രായവും ഇതുതന്നെയാണെന്ന് പാണ്ഡവന്മാരെ അറിയിച്ചു. പാണ്ഡവന്മാർ വാരണാവർത്തത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. തങ്ങളെ ഒഴിച്ചു കളയാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്രകാരം വാരണാവർത്തത്തിലേക്ക് അയക്കുന്നതെന്ന് അവർക്കറിയുന്നില്ലായിരുന്നു. എന്നാൽ അവരുടെ ക്ഷേമൈശ്വര്യങ്ങളിൽ എപ്പോഴും തത്പരനായിരുന്ന വിതുരന് ഇക്കാര്യത്തിൽ പലവിധ സംശയങ്ങളും ഉണ്ടായിരുന്നു. വാരണാവർത്തത്തിലേക്ക് പാണ്ഡവന്മാർ പോകുവാൻ ഉറച്ചു എന്നറിഞ്ഞപ്പോൾ ദുര്യോധനനും കൂട്ടരും അത്യധികമായി ആഹ്ലാദിച്ചു. ദുര്യോധനൻ തന്റെ ഏറ്റവും വിശ്വസ്തനായ പുരോചനൻ എന്ന അമാത്യനെ വിളിച്ചു പറഞ്ഞു, പുരോചന, നിന്നെപ്പോലെ വിശ്വസ്തനായ ഒരു ബന്ധു വേറെ എനിക്കില്ല. ഈ രാജ്യം എൻ്റെ പൂർണ്ണമായ അധീനതയിൽ വരുവാൻ പോവുകയാണ്. അപ്പോൾ നിനക്കും അതിൻ്റെ പങ്കുണ്ട്. നമുക്ക് വളരെ ഗൂഢമായ ഒരു കാര്യം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. മറ്റാരും ഇതറിയാതെ സൂക്ഷിക്കണം. പാണ്ഡവന്മാർ നാളെ വാരണാവർത്തത്തിലേക്ക് പുറപ്പെടുകയാണ്. നീ ഉടൻ തന്നെ അവിടെ എത്തണം. പാണ്ഡവന്മാർക്ക് പാർക്കുവാനായി ഒരു വീട് പണിയണം. അരക്കും വേഗത്തിൽ തീപിടിക്കുന്ന മറ്റ് സാധനങ്ങളും ഉപയോഗിച്ചും വേണം ഈ വീട് പണിയേണ്ടത്. എന്നാൽ ഇതിനെക്കുറിച്ച് ആർക്കും അറിയുവാൻ പാടില്ലാത്തവണ്ണവുമായിരിക്കണം. ആർക്കും ഒരു സംശയവും തോന്നരുത്. ഗ്രഹത്തിൽ വിലയേറിയ ഗ്രഹോപകരണങ്ങളൊക്കെ സംഭരിക്കണം.
പണി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാണ്ഡവന്മാരെ അവിടേക്ക് മാറ്റിപ്പാർപ്പിക്കണം. കുറച്ചു ദിവസങ്ങൾ അവിടെ പാർത്തു കഴിയുമ്പോൾ അവരെല്ലാം ഉറങ്ങുന്ന തക്കം നോക്കി വീടിന് തീ വെക്കണം. സ്വന്തം ഗ്രഹം തീ പിടിച്ച് പാണ്ഡവന്മാർ മരിച്ചാൽ അതിന് നാം ഉത്തരവാദികളായിരിക്കുകയില്ല. ജനങ്ങൾ പാണ്ഡവർക്ക് വേണ്ടി നമ്മെ നിന്ദിക്കുകയില്ല. എല്ലാം വേണ്ടതുപോലെ ശരിയാക്കി കൊള്ളാമെന്ന് സമ്മതിച്ച് പുരോചനൻ ഉടൻ തന്നെ വാർണാവർത്തത്തിലേക്ക് പോയി. അടുത്ത ദിവസം പാണ്ഡവന്മാർ മാതാവിനോടൊത്ത് വാർണാവർത്തത്തിലേക്ക് യാത്രയായി. അതിനു മുമ്പ് അവർ ധൃതരാഷ്ട്രർ, ഭീഷ്മർ, വിദുരൻ, ദ്രോണൻ, കൃപൻ തുടങ്ങിയവരുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു. മറ്റുള്ളവരെയെല്ലാം യഥോചിതം വന്ദിച്ചു. പാണ്ഡവന്മാർ പോകുന്നതറിഞ്ഞ് നാട്ടുകാർ ധാരാളമായി കൂടിയിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം കൈകൂപ്പി യാത്ര പറഞ്ഞു. എല്ലാവരും അവർക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു. ബുദ്ധിമാനായ വിതുരനും മറ്റു ഗുരുമുഖ്യന്മാരും പൗരപ്രമാണികളും പാണ്ഡവന്മാരെ കുറച്ചു ദൂരം അനുഗമിച്ചു. അരയാത്ര ചെയ്തവർ പിരിഞ്ഞു പോകേണ്ട സ്ഥലത്തെത്തിയപ്പോൾ നാട്ടുപ്രമാണികൾ ചിലർ പറഞ്ഞു, ധൃതരാഷ്ട്രം കാണിക്കുന്നത് അനീതിയാണ്, പക്ഷപാതമാണ്. പാണ്ഡവന്മാരെ ഹസ്തിനപുരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ നാം സമ്മതിക്കരുത്. നമുക്കും അവരോടൊപ്പം പോകാം. ഇത് കേട്ട് യുധിഷ്ഠിരൻ അവരെ സമാധാനപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളങ്ങനെ പറയരുത്. വല്യച്ഛൻ ഞങ്ങളോട് ഒരു ദ്രോഹവും ചെയ്യില്ല. അദ്ദേഹത്തെ അനുസരിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നിങ്ങൾ ശാന്തരായി മടങ്ങിപ്പോവുക. നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സൗഹൃദത്തിന് ഞങ്ങളെന്നും നന്ദിയുള്ളവരായിരിക്കും. എല്ലാവരും മടങ്ങിപ്പോയി. വിതുരൻ മാത്രം പാണ്ഡവരുടെ അടുക്കൽ ശേഷിച്ചു. അദ്ദേഹം മ്ലേച്ഛ ഭാഷ അറിവുള്ള യുധിഷ്ഠിരനോട് ആ ഭാഷയിൽ ഏതാനും ഉപദേശം നൽകി. എല്ലാം മനസ്സിലായി എന്ന് യുധിഷ്ഠിരനും പറഞ്ഞു. വിതുരൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞു. പോയിക്കഴിഞ്ഞപ്പോൾ കുന്തിദേവി യുധിഷ്ഠിരനോട് ചോദിച്ചു, നിന്റെ ഇളയച്ചൻ ഞങ്ങൾക്കാർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ നിന്നോട് എന്തൊക്കെയാണ് പറയുന്നത്? അതെന്താണ്? യുധിഷ്ഠിരൻ പറഞ്ഞു, ആദ്യം പറഞ്ഞത് ഗ്രഹത്തിൽ അഗ്നിഭയം ഉണ്ടാകുമെന്നാണ്. ആരും കാണാത്ത വഴിക്ക് നിങ്ങൾ പോകണമെന്നാണ് പിന്നീട് പറഞ്ഞത്. ജിതേന്ദ്രിയായി ശാന്തനായി ജീവിച്ചാൽ വീണ്ടും ഊഴി നേടുമെന്നാണ് അവസാനം പറഞ്ഞത്. പാണ്ഡവന്മാർ വാർണാവർത്തത്തിലെത്തി. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പുരനിവാസികൾക്കെല്ലാം അതൊരു സന്തോഷ വാർത്തയായിരുന്നു. അവർ കൂട്ടം കൂട്ടമായി പാണ്ഡവരുടെ അടുത്തു വന്ന് എതിരേറ്റു. പാണ്ഡവന്മാർ പട്ടണത്തിലുള്ള ഒരു വീട്ടിൽ താമസം ആരംഭിച്ചു. അവർ ഉത്സവം കണ്ട് മറ്റ് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചും 10 നാളുകളിൽ കഴിച്ചുകൂടി. 11ാം ദിവസം പുരോചനൻ അവരെ സമീപിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് ഒരു കൊട്ടാരം പ്രത്യേകമായി പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അവിടേക്ക് താമസം മാറ്റാം. ശിവം എന്നാണ് ആ ആലയത്തിന്റെ പേര്. പാണ്ഡവന്മാർ ശിവാലയത്തിലെത്തി. വീട് ശരിയായി പരിശോധിച്ചതിന് ശേഷം യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, നെയ്യിന്റെയും അരക്കിന്റെയും ഗന്ധം ഈ വീട്ടിലുണ്ട്. ഇത് നിശ്ചയമായും തീപിടിക്കുന്ന വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളെ ചുട്ടുകളയണമെന്നാണ് പുരോചനന്റെ പുറപ്പാട്. ധീരനായ വിതുരൻ ഇത് നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഭീമസേനൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇത് വേഗം തീപിടിക്കുന്ന വീടാണെങ്കിൽ നമുക്ക് മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലേക്ക് മടങ്ങാം. യുധിഷ്ഠിരൻ പറഞ്ഞു, വേണ്ട, ഇതൊന്നും നാം അറിഞ്ഞതായി ഭാവിക്കേണ്ട. കരുതിയിരുന്നാൽ മതി. ഇവിടുന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം ആലോചിക്കാം. അടുത്ത ദിവസം വിതുരന്റെ ഇഷ്ടനും വിശ്വസ്തനുമായ ഒരാൾ യുധിഷ്ഠിരനെ കണ്ടു. ഞാൻ തുരങ്കം നിർമ്മിക്കുന്ന ഘനകനാണ്. വിതുരനാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. അങ്ങ് പറയുന്ന ജോലി ചെയ്തു തരണമെന്ന് എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞു. വിതുരൻ പറഞ്ഞയച്ച അടയാള വാക്കുകൾ പറഞ്ഞപ്പോൾ ഘനകനിൽ യുധിഷ്ഠിരന് വിശ്വാസമായി. അരക്കില്ലത്തിൽ നിന്ന് ഗോപ്യമായി പുറത്ത് കടക്കുന്നതിന് തക്കവിധത്തിൽ ഒരു തുരങ്കം നിർമ്മിച്ചു കൊടുക്കുവാൻ യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു. ഘനകൻ അത് തീർത്തു. പുരോചനൻ ശിവാലയത്തോട് ചേർന്ന വസതിയിലായിരുന്നു പാർത്തത്. പാണ്ഡവന്മാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ചുമതല അയാൾക്കായിരുന്നു. അയാൾ കൂടെ കൂടെ ശിവാലയത്തിൽ വരുമായിരുന്നു. അയാൾക്ക് പോലും ഒരു സംശയവും ഉണ്ടാക്കാത്ത വിധത്തിൽ ഗൂഢമായിട്ടാണ് തുരങ്കം നിർമ്മിച്ചത്. അതിന്റെ പ്രവേശനദ്വാരം വിദഗ്ധമായി മൂടിയിരുന്നതുകൊണ്ട് ആർക്കും അത് കണ്ടുപിടിക്കുവാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ പാണ്ഡവന്മാർ പകലൊക്കെ പട്ടണത്തിലെ കാഴ്ചകൾ കണ്ടു, വനത്തിൽ പോയി വേട്ടയാടിയും നാളുകൾ കഴിച്ചുകൂട്ടി. രാത്രിയിൽ അവർ ജാഗ്രതയോടെ ഓരോരുത്തരായി ഉണർന്നിരുന്നു. ഇപ്രകാരം 1 വർഷം കഴിഞ്ഞു. അരക്കില്ലത്തിന് തീവെച്ച് പാണ്ഡവരെ കൊല്ലേണ്ട സമയമാണെന്ന് പുരോചനനും അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട സമയമായെന്ന് പാണ്ഡവരും തീരുമാനിച്ചു.
അങ്ങനെയിരിക്കെ ഒരു ദിവസം ബ്രാഹ്മണദാനം എന്ന് പറഞ്ഞ് കുന്തിദേവി ഒരു സദ്യ നടത്തി. അതിൽ ധാരാളം പേർ പങ്കെടുത്ത കൂട്ടത്തിൽ ഒരു വേടത്തി അവരുടെ 5 പുത്രന്മാരോടും കൂടി പങ്കെടുത്തിരുന്നു. സദ്യ കഴിഞ്ഞപ്പോൾ നേരം വൈകിയതുകൊണ്ട് അവർ അവിടെ തന്നെ കിടന്നുറങ്ങി. എല്ലാവരും ഗാഠനിദ്രയിലായപ്പോൾ ഭീമസേനൻ തൊട്ടടുത്തുള്ള പുരോചനന്റെ വീടിനും പിന്നീട് ശിവാലയത്തിലും തീ വെച്ചു. തീ ആളിക്കത്തുന്നതിന് മുമ്പായി തന്നെ പാണ്ഡവരും കുന്തിയും തുരങ്കത്തിനകത്ത് പ്രവേശിച്ച് പ്രവേശന ദ്വാരമടച്ചു. അവർ തുരങ്കമാർഗേനെ പുറത്തിറങ്ങി. ശിവാലയത്തിൽ തീജ്വാല ഉയർന്നു. അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തീ പിടിച്ച് പൊട്ടിത്തെറിച്ചു. ഭയങ്കരമായ ശബ്ദം കേട്ട് നാട്ടുകാർ ഉണർന്ന് സംഭ്രമത്തോടെ ഓടിയെത്തി. അഗ്നി വാനിൽ ഉയർന്ന് കത്തുന്നതാണ് അവർ കണ്ടത്. കത്തുന്ന അഗ്നിയെ നോക്കി നിൽക്കുവാനാവാതെ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അത്ര ക്ഷണം കൊണ്ട് വീട് കത്തിയിടിഞ്ഞു. തീ കെട്ടടങ്ങിയപ്പോൾ ശിവാലയത്തിനുള്ളിൽ വെന്ത് കരിഞ്ഞ 6 മൃതദേഹങ്ങൾ കണ്ടു. ഇത് പാണ്ഡവന്മാരുടെയും കുന്തിയുടെയും ആണെന്ന് അവർ തീരുമാനിച്ചു. തൊട്ടടുത്ത വീട്ടിൽ പുരോചനന്റെ മൃതദേഹവും ഉണ്ടായിരുന്നു. നാട്ടുകാർ കഠിനമായി വിലപിച്ചു. അവർ പറഞ്ഞു, നല്ലവരായ പാണ്ഡവരെ ദുര്യോധനന്റെ ആജ്ഞപ്രകാരം ഗ്രഹത്തിന് തീ വെച്ച് കൊന്നിരിക്കുന്നു. എന്നൊരു ഹീനമായ പ്രവൃത്തി. അവരെ ചുട്ടുകരിക്കുന്നതിന് കൂട്ടുനിന്ന പുരോചനനും വെന്തു മരിച്ചിരിക്കുന്നു. ഇതാണ് ദൈവനീതി. പാണ്ഡവന്മാരുടെ മരണവാർത്ത ഹസ്തിനാപുരിയിലെത്തിയപ്പോൾ എല്ലാവരും വിലപിച്ചു. ചിലർ ആത്മാർത്ഥമായി, മറ്റു ചിലർ കപടമായുമാണ് കണ്ണീരൊഴുക്കിയത്. പാണ്ഡവന്മാരെ സ്നേഹിച്ചിരുന്ന ജനങ്ങളെല്ലാം വാവിട്ട് നിലവിളിക്കുകയും ധൃതരാഷ്ട്രരെയും ദുര്യോധനാദികളെയും പഴി പറയുകയും ചെയ്തു. ധൃതരാഷ്ട്രനും ദുര്യോധനാദികളും മുതലക്കണ്ണുനീർ പൊഴിക്കുകയാണ് ഉണ്ടായത്. വിതുരൻ മാത്രം സമാധാനമായിരുന്നു. എങ്കിലും ആർക്കും സംശയം ഉണ്ടാകാതിരിക്കുവാനായി അദ്ദേഹവും മറ്റുള്ളവരോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കെടുത്തതായി ഭാവിച്ചു. പാണ്ഡവന്മാരുടെ ശവസംസ്കാരത്തിനും ശേഷക്രിയകൾ ചെയ്യുന്നതിനും മറ്റുമായി പ്രത്യേകം ആളുകളെ വാർണാവർത്തത്തിലേക്ക് അയച്ചു. വേടത്തിയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കുന്തിദേവിയുടെയും പുത്രന്മാരുടെയും മൃതദേഹങ്ങളാണെന്ന് ധരിച്ച് സംസ്കാരക്രിയകൾ നടത്തി. പൊതുവായുള്ള ദുഃഖത്തിൽ പങ്കെടുക്കുമ്പോഴും പാണ്ഡവരുടെ ശല്യം ഒഴിഞ്ഞല്ലോ എന്നോർത്ത് ധൃതരാഷ്ട്രനും ദുര്യോധനാദികളും ഗൂഢമായി സന്തോഷിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അരക്കില്ലത്തിൽ നിന്ന് തുരങ്കം വഴി പുറത്തു കിടന്ന കുന്തിദേവിയും പാണ്ഡവന്മാരും ഇരുട്ടത്ത് തപ്പിപ്പടഞ്ഞ് കാട്ടിലേക്കാണ് പോയത്. അവർ ഘോരമായ വനത്തിലെത്തിച്ചേർന്നു. അവരെല്ലാം ക്ഷീണിച്ച് തളർന്നിരുന്നു. എങ്കിലും പ്രഭാതമാകുമ്പോഴേക്ക് വാർണാവർത്തത്തിൽ നിന്ന് കഴിയുന്നത്രയും ദൂരത്തെ എത്തേണ്ടിയിരുന്നതുകൊണ്ട് വഴിയിലെങ്ങും വിശ്രമിക്കുവാൻ അവർ നിന്നില്ല. അമ്മയുടെയും സഹോദരന്മാരുടെയും ക്ഷീണം മനസ്സിലാക്കിയ ഭീമൻ അമ്മയെ തോളിലേറ്റിയും നകുല സഹദേവന്മാരെ പൊക്കത്തുവെച്ചും യുധിഷ്ഠിരനെയും അർജുനനെയും കൈക്ക് പിടിച്ചുകൊണ്ടും വഴിയിൽ കണ്ട തടസ്സങ്ങളെല്ലാം ഒറ്റയ്ക്ക് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചും യാത്ര തുടർന്നു. പുലർച്ചെയായപ്പോൾ അവർ ഗംഗാതീരത്തെത്തി. നദി കടക്കുന്നതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ അവരുടെ അടുത്തെത്തി വന്നിച്ചു. നദിയിൽ ഒരു പായ വഞ്ചി കിടക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഈ വഞ്ചിയിൽ കയറി നമുക്ക് അക്കരയ്ക്ക് പോകാം. നീ ആരാണെന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ താൻ വിതുരനാൽ നിയുക്തനായവനാണെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വഞ്ചി തയ്യാറാക്കിയിരിക്കുന്നതെന്നും അയാൾ അറിയിച്ചു. കൂടാതെ വിതുരൻ പറഞ്ഞയച്ചിരുന്ന അടയാളവാക്കും യുധിഷ്ഠിരനോട് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോഴേക്കും യുധിഷ്ഠിരന് അയാളെ വിശ്വാസമായി. അവരെല്ലാവരും വഞ്ചിയിൽ കയറി മറുകരയെത്തി. തങ്ങളുടെ ഇളയച്ചന് തങ്ങളോടുള്ള സ്നേഹം മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ ഇളയച്ചനോട് തങ്ങൾക്ക് സ്നേഹവും നന്ദിയും അറിയിക്കുവാൻ ദൂതനെ ചട്ടം കിട്ടി മടക്കി അയച്ചു. ഭാഗീരഥിയുടെ അക്കരെയെത്തിയ അമ്മയും മക്കളും വീണ്ടും നടന്നു. അവർ ഒരു കാനന പ്രദേശത്തെത്തി. വിശപ്പും ദാഹവും മൂലം കൂടുതലായി ഒരടി പോലും നടക്കുവാൻ കഴിയാതെ അവർ ഒരിടത്തിരുന്നു. ഭീമൻ അവരെയെല്ലാം എടുത്തു പടർന്ന് പന്തലിച്ച് കിടന്ന ഒരു തേരാലിന്റെ ചുവട്ടിലേക്കിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുക. ഞാൻ എവിടെയെങ്കിലും പോയി വെള്ളം കൊണ്ടുവരാം. ഹംസങ്ങളുടെ കൂജനം കേൾക്കുന്നുണ്ട്. അടുത്തെവിടെയെങ്കിലും പൊയ്കയുണ്ടെന്ന് തോന്നുന്നു. ഭീമൻ ഹംസങ്ങളുടെ കൂവൽ കേട്ട സ്ഥലം നോക്കി നടന്നു. അവൻ മനോഹരമായ ഒരു തടാകത്തിന്റെ തീരത്തിലെത്തി. അതിലിറങ്ങി കുളിച്ചു, വെള്ളവും കുടിച്ചു. താമര ഇലകൾ കൊണ്ട് കുമ്പിളുണ്ടാക്കി അതിൽ ജലവും നിറച്ച് അവിടെ നിന്ന് പേരാലിൻ ചുവട്ടിലേക്ക് മടങ്ങി. അവിടെ കണ്ട കാഴ്ച ഭീമന്റെ ഹൃദയത്തെ ഭേദിക്കുവാൻ പോരുന്നതായിരുന്നു. ഹംസതൂലികാശിയിൽ ദാസ്യവാന്മാരുടെ പരിചരണത്തിൽ സുഖനിദ്ര ചെയ്യേണ്ട തന്റെ മാതാവ് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു. ചുറ്റിലും വീരശൂര പരാക്രമികളായ സഹോദരന്മാർ വാടിത്തളർന്ന് കിടക്കുന്നു. അവരും ഒന്നും അറിയാതെ ഉറക്കമാണ്.
ഇതെല്ലാം കണ്ടപ്പോൾ ഇതിനൊക്കെ കാരണക്കാരനായ ദുര്യോധനനോട് അവന്റെ അമർഷം പതഞ്ഞെന്നു പൊങ്ങി. അവന്റെ പല്ലു കടിച്ച് ഞെരിച്ചുകൊണ്ട് തന്നെത്താൻ പറഞ്ഞു, ഹോ, എന്തൊരു കഷ്ടം! ഹേ ദുഷ്ട, ധാർത്തരാഷ്ട്ര, നീതിമാനും ധർമ്മജ്ഞനുമായ എൻ്റെ ജ്യേഷ്ഠൻ നിന്നെ കൊല്ലുവാൻ എന്നെ അനുവദിച്ചിരുന്നുവെങ്കിൽ നീ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നില്ല. പക്ഷെ നിന്നെ ഞാൻ എന്നെങ്കിലും കൊന്നൊടുക്കും, ഇത് സത്യമാണ്. ഭീമൻ സഹതാപത്തോടെ തൻ്റെ അമ്മയെയും സഹോദരന്മാരെയും നോക്കി. അവരെല്ലാം സുഖമായിട്ടുറങ്ങുന്നു. അവ സുഖമായി ഉറങ്ങട്ടെ, ഇപ്പോൾ ഉണർത്തി ശല്യം ചെയ്യേണ്ട. ഉണരുമ്പോൾ വെള്ളം കുടിക്കട്ടെ, അതുവരെ ഞാൻ കാത്തിരിക്കാം. ഇപ്രകാരം വിചാരിച്ചുകൊണ്ട് ഭീമൻ അവരുടെ സമീപത്തിരുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു. അക്കാലത്ത് അവിടെ ഹിഡുംബൻ എന്നൊരു ഘോര രാക്ഷസൻ ആ വനത്തിൽ താമസമുണ്ടായിരുന്നു. ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു അവന്റെ ആകൃതി. അവൻ ക്രൂരനായിരുന്നു. മഴക്കാറുപോലെ കറുത്ത ശരീരവും നീണ്ട ദംഷ്ട്രങ്ങളും തുറിച്ച മഞ്ഞ കണ്ണുകളും ചെമ്പൻ താടിയും വട്ടത്തലയും വലിയ കുടവയറുമുള്ള ഒരു വികൃത സ്വത്വമായിരുന്നു ഹിഡുംബൻ. നരമാംസ പ്രിയനായ അവൻ പാണ്ഡവന്മാരുടെ ആഗമനം മനസ്സിലാക്കി. മനുഷ്യമാംസത്തിന്റെ സ്വാദോർത്ത് അവന്റെ വായിൽ വെള്ളമൂറി. അവൻ തന്റെ സഹോദരിയായ ഹിഡുംബിയെ വിളിച്ചു പറഞ്ഞു, സോദരി, വളരെ നാളായി നരമാംസം കിട്ടിയിട്ട് ഇപ്പോഴിതാ അത് കിട്ടുവാൻ പോകുന്നു. അതിൻ്റെ മണം തന്നെ എത്ര ആസ്വാദ്യമാണ്. നീ പോയി അവരെ കൊന്ന് എടുത്തുകൊണ്ടുവരിക. അവരുടെ ശരീരത്തിലുള്ള ചുടുരക്തം കുടിച്ച് മാംസവും തിന്ന് നമുക്ക് പാട്ടുപാടി നൃത്തം ചെയ്ത് ആനന്ദിക്കാം. ഹിഡുംബി ജ്യേഷ്ഠന്റെ കൽപ്പനയനുസരിച്ച് പാണ്ഡവന്മാർ കിടന്നിരുന്ന സ്ഥലത്തെത്തി. അവൾ കുന്തിദേവിയും ഉറങ്ങിക്കിടക്കുന്ന ഭീമ സഹോദരന്മാരെയും കാവലിരിക്കുന്ന ഭീമനെയും കണ്ടു. ആകൃതിയിൽ ഭീമനാണെങ്കിലും ആകർഷണത്തിൽ കന്ദർപ്പ തുല്യനായ ഭീമനെ കണ്ടപ്പോൾ ഹിഡുംബിയുടെ ഹൃദയം കുളിരണിഞ്ഞു. അവൾ ആലോചിച്ചു, സിംഹതുല്യനായ ഈ മഹാപ്രഭു ആരാണ്? യുവത്വം തുളുമ്പി നിൽക്കുന്ന ഈ കാമകോമളനെ എൻ്റെ ഭർത്താവായി ലഭിച്ചാൽ ഞാൻ എത്ര ഭാഗ്യവതിയാണ്. എനിക്ക് ഇവൻ ഏറ്റവും അനുരൂപനായ ഭർത്താവാണ്. നിശ്ചയമായും ഇവനെ ഞാൻ ഉപദ്രവിക്കുകയില്ല. അവൾ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് രാക്ഷസരൂപം കൈവെടിഞ്ഞു. ചേതോ ഹാരിണിയായ ഒരു മനുഷ്യസ്ത്രീയുടെ രൂപം കൈക്കൊണ്ടു. സ്ത്രീ സഹജമായ ലജ്ജയോടും വശ്യമായ പുഞ്ചിരി കൊഞ്ചലോടും കൂടി അവൾ ആ ഒരു സ്ഥലത്തേക്ക്, അതായത് ഭീമന്റെ സമീപത്തേക്ക് അടുത്തു. വിജനമായ കാട്ടിൽ തൻ്റെ അടുത്ത് വന്നു നിൽക്കുന്ന മോഹനാംഗിയെ കണ്ടപ്പോൾ ഭീമൻ ആശ്ചര്യപ്പെട്ടു. ഹിഡുംബി മധുരമായി മൊഴിഞ്ഞു, ഭവാൻ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഇവിടെ കിടന്നുറങ്ങുന്ന ഈ ദേവി ആരാണ്? കാട് രാക്ഷസന്മാരുടെ വിഹാരാംഗമാണെന്നറിയാതെ എത്ര ശാന്തമായി ഇവരെല്ലാം ഉറങ്ങുന്നു. ക്രൂരനായ ഹിഡുംബൻ എന്ന രാക്ഷസൻ ഇതിനടുത്താണ് പാർക്കുന്നത്. അവൻ നരഭോജിയാണ്. നിങ്ങളെ തിന്നുന്നതിന് ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ പറഞ്ഞയച്ചതാണ്. എന്നാൽ ദേവകുമാരന്മാരെ പോലെ സുന്ദരനായ നിന്നെ കണ്ട മാത്രയിൽ തന്നെ ഞാൻ കാമാവിവശയായിരിക്കുന്നു. നിന്നെയല്ലാതെ മറ്റാരെയും ഭർത്താവായി വരിക്കുകയില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ എന്നെ ഭാര്യയായി സ്വീകരിച്ച് അനുഗ്രഹിക്കണം. ഭൂമിയിലും ആകാശത്തും മറ്റെവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. എന്നോടുകൂടി നിനക്കിഷ്ടമുള്ള ദിക്കിൽ സഞ്ചരിച്ച് നമുക്ക് ആനന്ദിക്കാം. ഇത് കേട്ടപ്പോൾ ഭീമൻ ചിരിച്ചുപോയി. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ല അപേക്ഷ. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ അമ്മയും സഹോദരന്മാരെയും രാക്ഷസന് തിന്നാൻ കൊടുത്തിട്ട് നിന്റെ കൂടെ ഊരു ചുറ്റി ആനന്ദിക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? ഹിഡുംബി പറഞ്ഞു, എങ്കിൽ അവരെ ഉണർത്തുക. നരഭോജിയായ രാക്ഷസനിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ചുകൊള്ളാം. ഭീമൻ പറഞ്ഞു, നിന്റെ സഹോദരനെ എനിക്ക് ആശേഷം പേടിയില്ല. നീ വെറുതെ ഇവിടെ നിൽക്കണ്ട, നിനക്ക് പോകാം. നിന്റെ ജ്യേഷ്ഠനെ ഇങ്ങോട്ട് അയച്ചേക്കും. സഹോദരി പോയിട്ട് മടങ്ങി വരുവാൻ താമസിച്ചപ്പോൾ ഹിഡുംബന്റെ ക്ഷമ നശിച്ചു. അവൻ നേരെ പാണ്ഡവരുടെ അടുത്തേക്ക് വന്നു. കോപം പാറുന്ന ചുവന്ന വട്ടക്കണ്ണുകളോടെ അലറിക്കൊണ്ടുവരുന്ന സഹോദരനെ കണ്ടപ്പോൾ ഹിഡുംബി ഭീമനോട് പറഞ്ഞു, ക്രൂരനായ ആ നരഭോജീത എത്തിക്കഴിഞ്ഞു. നീ എൻ്റെ ചുമലിൽ കയറിക്കൊള്ളൂ. മറ്റുള്ളവരെ ഞാൻ നിന്നോടൊപ്പം കൊണ്ടുപോകാം. ഭീമൻ പറഞ്ഞു, എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ അവൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. നീ എന്നെ നിസ്സാരരായി കരുതരുതണം. ഹിഡുംബി പറഞ്ഞു, അങ്ങൊരിക്കലും ഒരു നിസ്സാരനല്ല. അങ്ങ് മനുഷ്യരിൽ തന്നെ ഒരു രാക്ഷസനാണ്. അപ്പോഴേക്കും ഹിഡുംബൻ അവരുടെ അടുത്തെത്തുന്നത് കണ്ടപ്പോൾ രാക്ഷസന് കാര്യം മനസ്സിലായി. എടീ രാക്ഷസ കുലത്തിനും കളങ്കമുണ്ടാക്കുന്ന കുലടേ, നീ ഇവനെ വേൾക്കുവാൻ വന്നിരിക്കുകയാണോ എന്ന് ആക്രോശിച്ചുകൊണ്ട് അവളെ കൊല്ലുവാനായി അടുത്തു. അപ്പോൾ ഭീമൻ തൻ്റെ ബലിഷ്ഠ ഭുജങ്ങൾ ഉയർത്തി രാക്ഷസനെ തടുത്തുകൊണ്ട് പറഞ്ഞു, അവൾ കുലടയല്ല. എൻ്റെ മുന്നിൽ വെച്ചൊരു പെണ്ണിനെ കൊല്ലുവാൻ ഞാൻ അനുവദിക്കുകയുമില്ല.
ആനയെ സിംഹം കൊല്ലുന്നത് പോലെ ഇപ്പോൾ തന്നെ നിന്റെ കഥ കഴിച്ചേക്കാം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നിന്നെ കൊന്നതിന് ശേഷമേ ഇവളെ കൊല്ലുന്നുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭീമനെ അടിക്കുവാനായി ഹിഡുമ്പൻ കൈകൾ ഉയർത്തി. അവന് ഭീമനെ അടിക്കുവാൻ കഴിയുന്നതിന് മുമ്പായി തന്നെ ഭീമൻ അവനെ തൂക്കിയെടുത്തെറിഞ്ഞു. ദൂരത്ത് വീണ അവൻ ചാടി എഴുന്നേറ്റ് അലറിക്കൊണ്ട് ഭീമനെ ആക്രമിക്കുവാൻ ഒരു വിട്ടു. ഉറങ്ങുന്നവർ നിർബാധം ഉറങ്ങിക്കൊള്ളട്ടെ എന്ന് കരുതി ഭീമൻ ഹിഡുമ്പനെ പിടിച്ചു വലിച്ച് കുറെ അകലത്തേക്ക് കൊണ്ടുപോയി. ഹിഡുമ്പനും ഒട്ടും മോശക്കാരനായിരുന്നില്ല. മരങ്ങൾ പിഴുതടിച്ചും കല്ലുകൾ അടർത്തിയെറിഞ്ഞും ശക്തിയായ മുഷ്ടികൾ കൊണ്ടടിച്ചും അവർ തമ്മിൽ ഭയങ്കരമായി പോരാടി. ഇവരുടെ പോരാട്ടം കണ്ട് ആ ഘോര വനമാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി. ഹിഡുമ്പി ഉറങ്ങുന്നവരുടെ അടുത്തെത്തി കുന്തിയുടെ സമീപം ഇരുന്നു. പോരാട്ടത്തിന്റെ ഘോരമായ ശബ്ദം കേട്ട് കുന്തി ഉണർന്നു. തന്റെ സമീപത്തിരിക്കുന്ന സുന്ദരിയായ ഹിഡുമ്പിയെ കണ്ട് കുന്തി ആശ്ചര്യത്തോടെ അവൾ ആരാണെന്ന് ആരാഞ്ഞു. ഹിഡുമ്പി എല്ലാ വിവരങ്ങളും കുന്തിയെ അറിയിച്ചു. അപ്പോഴേക്കും മറ്റുള്ളവരും ഉണർന്നു. ഭീമനും ഹിഡുമ്പനും കൂടി ദ്വന്ദ്വയുദ്ധം നടത്തുന്ന സ്ഥലത്തേക്ക് സഹോദരന്മാർ ഓടി. ഭീമൻ രാക്ഷസന്റെ 2 കാലുകളും കൂട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് അവനെ വട്ടം കറക്കി നിലത്തേക്ക് ഊക്കോടെ അടിച്ചു. അതിന്റെ കൂടെ തന്നെ പുറത്താഞ്ഞൊരു ചവിട്ടും കൊടുത്തു. രാക്ഷസൻ ചത്തുമലച്ചു. മരണവേദനയോടുകൂടിയുള്ള അവന്റെ അലർച്ച ആ ഘോര വനത്തെ കിടിലം കൊള്ളിച്ചു. കുന്തിയും പുത്രന്മാരും അവിടെ വന്ന് പുറപ്പെട്ടു. കാട്ടിൽ നിന്ന് നാട്ടിൽ കടക്കുവാനുള്ള വഴിയിൽ കൂടി അവർ നടന്നു. ഹിഡുമ്പിയും അവരെ അനുഗമിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഭീമൻ ഹിഡുമ്പിയോട് പറഞ്ഞു, നീ എന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്? തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത്. പോയില്ലെങ്കിൽ ഹിഡുമ്പനെ കൊന്നതുപോലെ നിന്നെയും ഞാൻ കൊല്ലും. ഹിഡുമ്പി ഭീമനിൽ അനുരക്തിയായി കഴിഞ്ഞിരുന്നു. അവൾ അവളുടെ ഹൃദയഭാരം കുന്തിദേവിയുടെ മുമ്പാകെ ഇറക്കി വെച്ചു. അവൾക്കവളിൽ അനുകമ്പ തോന്നി. അവളെ ഭീമൻ കല്യാണം കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ലെന്നായിരുന്നു കുന്തിയുടെ അഭിപ്രായം. ഭീമനെ കല്യാണം കഴിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ ജീവൻ അവസാനിപ്പിക്കുമെന്നുള്ള ഹിഡുമ്പിയുടെ പരിവേദനം കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമ, ഹിഡുമ്പി നിന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു. നീ അവളുടെ സഹോദരനെ കൊന്ന് അവളെ അനാഥയാക്കി. അതുകൊണ്ട് നീ അവളെ കല്യാണം കഴിക്കണം. ഹിഡുമ്പിക്ക് ഒരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ താൻ അവളുടെ ഭർത്താവായിരിക്കുകയില്ലെന്നുള്ള വ്യവസ്ഥയിൽ ഭീമൻ അവളെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു. യുധിഷ്ഠിരൻ ഹിഡുമ്പിയോട് പറഞ്ഞു, പകൽ മാത്രം നീയും ഭീമനും കൂടി ഒരുമിച്ച് കഴിച്ചു കൂട്ടിക്കൊള്ളുക. രാത്രിയിൽ അവനെ ഞങ്ങളുടെ അടുത്ത് എത്തിക്കണം. ഭീമന്റെയും യുധിഷ്ഠിരന്റെയും വ്യവസ്ഥകൾ സ്വീകരിച്ച് ഹിഡുമ്പി ഭീമന്റെ ഭാര്യയായി. കുറച്ചു കാലം കഴിഞ്ഞ് അവർ ഒരു പുത്രനെ പ്രസവിച്ചു. ബാല്യത്തിൽ തന്നെ അവൻ യൗവനയുക്തനായി. കൂർത്ത ചെവി, വലിയ വായ, തുറിച്ച കണ്ണ്, തീക്ഷ്ണമായ ദംഷ്ട്രം, പെരുങ്കാലുകൾ എന്നിങ്ങനെയുള്ള അവയവങ്ങളോടുകൂടി ഒരു വിചിത്ര ജീവിയായിട്ട് തന്നെയാണ് അവൻ ജനിച്ചത്. അവന്റെ ശബ്ദം കർണകഠോരമായിരുന്നു. രാക്ഷസന്മാരെക്കാളും കൂടുതൽ ശക്തി അവനുണ്ടായിരുന്നു. അസ്ത്രപ്രയോഗത്തിൽ അവൻ വിദഗ്ധനായി. അവന്റെ തലയിൽ മുടിയുണ്ടായിരുന്നില്ല. അത് മൺകുടം, അതായത് ഘടം പോലെ ആയിരുന്നതിനാൽ അവന് ഘടോൽഗജൻ എന്ന് പേരിട്ടു. കുന്തിദേവിയും പാണ്ഡവന്മാരെയും അവൻ അഭിവാദ്യം ചെയ്തു. കുന്തി പറഞ്ഞു, വത്സ, നീ കുരുവംശത്തിൽ പിറന്നവനാണ്. 5 പേർക്കും നീ മൂത്ത പുത്രനാണ്. നീ ഞങ്ങളെ സഹായിക്കുക. കൈകൂപ്പി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, എന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ എന്നെ സ്മരിച്ചാൽ മതി. ഞാൻ തൽക്ഷണം നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊള്ളാം. അങ്ങനെ ആ രാക്ഷസ ശ്രേഷ്ഠൻ അമ്മയോടൊത്ത് നേരെ വടക്കോട്ടു പോയി. പാണ്ഡവന്മാർ ജഡവൽക്കാധികാരികളായ മുനിവേഷം ധരിച്ചാണ് പിന്നീട് യാത്ര തുടർന്നത്. അവർ മത്സ്യരാജ്യം, ത്രികർത്തരദേശം, കീചകരാജ്യം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സഞ്ചരിച്ചു. അതിനിടയ്ക്ക് ഒരു ദിവസം യാദൃശ്ചികമായി അവർ പിതാമഹനായ വേദവ്യാസനെ കണ്ടെത്തി. കുന്തിയും പുത്രന്മാരും മഹർഷിയെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. വ്യാസൻ അപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട്. എനിക്ക് ധാർത്തരാഷ്ട്രന്മാരും നിങ്ങളും ഒരേപോലെയാണ്. എങ്കിലും ദീനത അർഹിക്കുന്നവരോടും ബാലന്മാരോടും മനുഷ്യർ കൂടുതൽ സ്നേഹം കാണിക്കുന്നു. ധാർത്തരാഷ്ട്രന്മാർ നിങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് അധർമ്മമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ അധികമായ സ്നേഹമുണ്ട്. ഇവിടെ അടുത്ത് ഏകചക്ര എന്നൊരു പുരമുണ്ട്. നിങ്ങൾ അവിടെ പോയി ഗൂഢമായി പാർക്കുക. വ്യാസൻ പാണ്ഡവന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ഏകചക്രയിലാക്കി. പോകുന്ന വഴിക്ക് പലതും പറഞ്ഞ് കുന്തിയെ സമാശ്വസിപ്പിക്കുകയും പാണ്ഡവന്മാർക്ക് നഷ്ടപ്പെട്ട രാജ്യം വീണ്ടുകിട്ടി അവർ ഐശ്വര്യത്തോടെ വാഴുവാൻ ഇടയാകുമെന്ന് ഉറപ്പുകൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഏകചക്രയിലെത്തിയ പാണ്ഡവന്മാർ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ താമസിച്ചു. ഭിക്ഷയെടുത്താണ് അവർ കാലപാലനം ചെയ്തത്. ദിവസേന കിട്ടുന്ന ഭിക്ഷ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. അമ്മ അത് 2ആയി ഭാഗിച്ച് ഒരു ഭാഗം ഭീമന് കൊടുക്കും,
മറ്റേ ഭാഗം 5 ഭാഗിച്ച് 5 പേരെയും കൂടി കഴിപ്പിക്കും. ഒരു ദിവസം അങ്ങനെ ഭീമനൊഴിച്ച് മറ്റെല്ലാവരും ഭിക്ഷയ്ക്ക് പോയി. അമ്മയും ഭീമനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടുടമസ്ഥനായ ബ്രാഹ്മണൻ താമസിക്കുന്ന ഭാഗത്ത് ഒരു കരച്ചിൽ ശബ്ദം കേട്ടു. രോദനം കേട്ട കുന്തി ഭീമനോട് ചോദിച്ചു, നമുക്ക് വീട് നൽകി സഹായിച്ച ബ്രാഹ്മണന് എന്തോ ആപത്ത് പറ്റിയിരിക്കുന്നു. അയാളുടെ കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ആപത്തിൽ അയാളെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ശരിയാണെന്ന് ഭീമനും തോന്നി. എന്താപത്താണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുവാൻ അമ്മയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. കുന്തി കാരണം അന്വേഷിച്ച ബ്രാഹ്മണന്റെ അന്തഃപുരത്തിൽ കയറി ചെന്നു. ബ്രാഹ്മണനും ഭാര്യയും മക്കളും ഇടതരവില്ലാതെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു കാഴ്ചയാണ് കുന്തി കണ്ടത്. ബ്രാഹ്മണൻ പത്നിയോട് പറയുകയാണ്, ഞാൻ ഈ ജീവിതം വെറുക്കുന്നു. ജീവിതം ദുഃഖകരമാണ്. അർത്ഥം ആശിക്കുന്നത് തന്നെ ദുഃഖകരമാണ്. അർത്ഥം ഇഷ്ടപ്പെട്ടവന് അർത്ഥനാശത്തിൽ ദുഃഖം വർദ്ധിക്കുന്നു. ആ ദുഃഖം അസഹനീയമാണ്. ഇവിടുന്ന് പൊയ്ക്കൊള്ളാമെന്ന് ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞില്ലേ? അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന വീട്ടിൽ കിടന്ന് മരിക്കണമെന്നും പറഞ്ഞ് നീ എൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല. എന്നിട്ടിപ്പോഴെന്തായി? നീ ഇവിടെ കിടന്ന് മരിച്ചുകൊള്ളുക. ഞാൻ അവിടെ പോയി ഇപ്പോൾ തന്നെ മരിച്ചുകൊള്ളാം. എങ്കിലും എൻ്റെ മകനും മകളും ഞാൻ മരിച്ചാൽ പിന്നെ അവരുടെ ഗതി എന്താണ്? എല്ലാവരും ഒരുമിച്ച് ചാവുകയാണ് ഭേദം. ജീവിച്ചിരിക്കുന്നത് കഷ്ടം തന്നെയാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ വിപ്രൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, പ്രാണനാഥ, അങ്ങ് ന്യായിയാണല്ലോ. കരയാതിരിക്കുക. എൻ്റെ ഭാര്യ, എൻ്റെ പുത്രി, എൻ്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞ് ദുഃഖിക്കുന്നത് സ്വാർത്ഥപരമാണ്. മനുഷ്യനായി പറഞ്ഞാൽ മരണം കൂടാതെ കഴിയുകയില്ല. ഞാൻ ഭാര്യ എന്ന നിലയ്ക്ക് 2 സന്താനങ്ങളെ തന്ന് എൻ്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയും ഞാൻ മരിക്കുന്നത് കൊണ്ട് അങ്ങയ്ക്കൊരു കുറവും വരികയില്ല. നേരെ മറിച്ച് ഒരു വിധവയായി തീർന്നാൽ ദുഷ്ടന്മാരും വഞ്ചകന്മാരുമായ ആളുകളുടെ ഇടയ്ക്ക് സദാചാരത്തോടെ ജീവിക്കുന്നതിന് ഞാൻ വളരെ ബുദ്ധിമുട്ടു. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ വളർത്തുന്നതിന് എനിക്ക് കഴിയാതെ വരും. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്ന ഭാര്യ ഭാഗ്യവതിയാണ്. അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ച് രാക്ഷസന്റെ പക്കലേക്ക് അയക്കുക. സ്നേഹമഹിമയായ ഭാര്യയുടെ വാക്കുകൾ കേട്ട് ബ്രാഹ്മണനെ താങ്ങുവാൻ കഴിഞ്ഞില്ല. അയാൾ വാത്സല്യത്തോടെ അവളെ മാറോട് ചേർത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, എന്താണ് നീ പറയുന്നത്? നീയില്ലാതെ എനിക്കെന്ത് ജീവിതം? ഒരു ഭർത്താവിൻ്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം ഭാര്യയെ സംരക്ഷിക്കുകയാണ്. നിന്നെ രാക്ഷസന് കൊടുത്തിട്ട് ഞാൻ ജീവിക്കുന്ന കാര്യം എനിക്കില്ല. അത് ചിന്തിക്കുവാൻ പോലും എനിക്ക് പറ്റില്ല. മാതാപിതാക്കൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന പുത്രി വേദനയോടെ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഞാൻ കുട്ടിയാണെങ്കിലും പറയുന്നത് കേൾക്കുക. നിങ്ങൾ എന്നെയാണ് ഉപേക്ഷിക്കേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മറ്റൊരാളിൻ്റെ കൂടെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം. അങ്ങനെയുള്ള ഞാൻ ഇന്ന് രാക്ഷസന്റെ അടുക്കൽ പോയി മരിച്ചാലും നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യം പോലും വരില്ല. മകളെന്നും അച്ഛനമ്മമാർക്ക് ദുരിതമാണ്. അതുകൊണ്ട് നിങ്ങൾ 3 പേരെയും രക്ഷിക്കുന്നതിനുള്ള ധർമാനുഷ്ഠാനത്തിന് എന്നെ ചുമതലപ്പെടുത്തണം. പുത്രിയുടെ വാക്കുകളെന്നാൽ മാതാപിതാക്കന്മാരെ കൂടുതൽ വേദനിപ്പിച്ചതേയുള്ളൂ. അവർ മൂവരും വാവിട്ട് കരഞ്ഞു. അവിടെ ഇളയ മകൻ കാര്യത്തിന്റെ ഗൗരവമൊന്നും മനസ്സിലാകാതെ സംസാരമെല്ലാം കേട്ടിട്ട് അടുത്ത നിൽപ്പുണ്ടായിരുന്നു. അവനൊരു ചെറിയ വടി കയ്യിലെടുത്ത് വാൾ വീശുന്നതുപോലെ വീശി അവരുടെ ചുറ്റിനും ഓടിച്ച് നടന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരും കരയണ്ട. ഞാൻ രാക്ഷസന്റെ അടുക്കിലേക്ക് പോയി ഈ വടി കൊണ്ട് അവനെ അടിച്ചുകൊല്ലും. നിർദോഷിയായ അവൻ ചിരിച്ചുകൊണ്ട് രാക്ഷസനെ അടിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് വടി കൊണ്ട് നിലത്ത് തുരുതുരാ അടിച്ചു. വിഷാദത്തിന്റെ തന്നെ കൊടിയ ഗർത്തത്തിൽ വീണ് കിടന്നിരുന്ന അവർ മകന്റെ വർത്തമാനവും വടിപ്രകടനവും കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ അറിയാതെ തന്നെ ചിരിച്ചുപോയി. ഈ സന്ദർഭം നോക്കി കുന്തി അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഹേ ബ്രാഹ്മണ, എന്ത് കാരണത്താലാണ് നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കുന്നത്? എന്നോട് പറയുക. കഴിയുമെങ്കിൽ ഞാൻ ആ ദുഃഖം നിങ്ങൾക്ക് വേണ്ടി തീർത്തു തരാം. ബ്രാഹ്മണൻ പറഞ്ഞു, ഭവതിയുടെ സന്മനസ്സിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ദുഃഖം തീർക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. എന്നാൽ കുന്തി ഒരു സംശയവും കൂടാതെ തന്നെ പറഞ്ഞു, എന്തു പ്രശ്നമാണെങ്കിലും പറഞ്ഞുകൊള്ളുക. ഏതോ രാക്ഷസന്റെ പേരൊക്കെ കേൾക്കുവാനിടയായി. അവൻ ആരാണെന്നും എനിക്കറിയണ്ട. എൻ്റെ മകൻ ഭീമസേനൻ അവനെ നിശ്ചയമായും വധിച്ചിരിക്കും. അവൻ ആരാണ്? നിങ്ങളെ ഉപദ്രവിക്കുന്ന ആ രാക്ഷസന്റെ പേര് എന്നോട് പറയുക. തുടരും.